എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1851 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ചോദ്യോത്തര പരിപാടിയാണ്. ചോദ്യോത്തര പരിപാടിയിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായി എത്തുന്നത് IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് ഇസ്മായിൽ സേഠ് സാറാണ്. സാറിന്റെ ഇന്നത്തെ ഈ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികൾ സാറിന്റെ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. നന്ദി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രോഗ്രാം വളരെ അടുത്തിരിക്കുകയാണ്. നമ്മുടെ IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബിനാറിന്റെ 5 വർഷം പൂർത്തിയാകുന്ന സെലിബ്രേഷൻ നമ്മൾ സെപ്റ്റംബർ 28 കൊച്ചി താജ് വിവാൻഡയിൽ വെച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്ത് റെഡിയായിരിക്കുകയാണ്. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഈ ഒരു ആഘോഷം ഒരു വൻ വിജയമാക്കി തീർക്കുവാനായി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇസ്മായിൽ സേഠ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സാറിനെ കണ്ടില്ലല്ലോ. അതിനു മുമ്പായി സാറെത്തിയിട്ടുണ്ടല്ലോ. സാറെത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു മിനിറ്റ് ധനേഷ് ഡോക്ടറെ. അപ്പൊ എന്തായാലും സേഠ് സാറാണ് നമ്മുടെ ആദരണീയനായ പ്രസിഡന്റാണ് ഇന്നത്തെ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സാറിനും എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാൻ കാണും. അതിനു മുമ്പായി സാറിലേക്ക് വരുന്നതിന് മുമ്പ് സാറിനെ ചോദ്യോത്തരവേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ധനേഷ് ഡോക്ടറിലേക്ക് പോയിട്ട് വന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ധനേഷ് ഡോക്ടറെ പറഞ്ഞോളൂ. നമ്മള് IFPHന്റെ ഈ ആഘോഷവേളയും നമ്മൾ ഡോക്ടർമാരും ഹോമിയോപ്പതി സ്നേഹികളും അതിനോടൊപ്പം വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പൊ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 21 കുട്ടികളുടെ നമ്മൾ സ്പോൺസർഷിപ്പ് ഏറ്റിരിക്കുകയാണ്. അതിലിപ്പോ 21 കുട്ടികളെയും നമ്മളെ വിവിധ കോളേജിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇനി അവർക്കുള്ള സ്പോൺസർഷിപ്പിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സഹായിക്കാൻ താല്പര്യമുള്ള എല്ലാവരും നിങ്ങളുടെ ഒരു തുക അതിലോട്ട് സംഭാവനയായിട്ട് തരികയാണെങ്കിൽ നമുക്ക്, കാരണം ഭാവി തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളെ വളർത്താനുള്ള ഉത്തരവാദിത്വം ഒരു അച്ഛന് നമ്മുടെയാണ്. അതുകൊണ്ട് അത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ധനേഷ് ഡോക്ടർ പറഞ്ഞത് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളെല്ലാം ഏകദേശം നമ്മുടെ പ്രാക്ടീസൊക്കെ ജോലിയുള്ളവർ റിട്ടയർ ചെയ്തു. പ്രാക്ടീസ് ഉള്ളവരുടെ ഏകദേശം 3/4 ഭാഗം സമയവും പിന്നിട്ട് കഴിഞ്ഞു. അപ്പൊ ഇനി വളരെ പ്രധാനപ്പെട്ടത് ഇനി വരും തലമുറയുടെ പ്രാക്ടീസും ജോലിയും ഒക്കെയാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഈ ഹോമിയോപ്പതിക്ക് ചേർന്ന് ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പലർക്കും ഹോമിയോപ്പതിയിൽ വന്നതിൽ നിരാശ, അബദ്ധം പറ്റിപ്പോയി, ഇനി എന്താണ് അവരുടെ ഭാവി, ഇതൊക്കെ ആയിരുന്നു അവരുടെ ആകാംക്ഷകൾ. അതെല്ലാം നമ്മുടെ ഈ IFPHന്റെ 5 ഇയർ സെലിബ്രേഷൻ ആ വേദിയിൽ അവർക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ വെച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ ഡോക്ടർമാർ അതിനുള്ള മറുപടി അവർക്ക് കൊടുക്കും, അവരുടെ ആകാംക്ഷകളെല്ലാം മാറ്റും. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല പരിപാടികൾ അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് നൽകും. അതുകൊണ്ട് ദയവായി ഡോക്ടർമാരെ ആരെങ്കിലും വരാൻ പറ്റാത്ത സാഹചര്യമുള്ളവർ ഒരു കുട്ടിക്ക് സ്പോൺസർഷിപ്പ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമുക്ക് സേഠ് സാറിനെ ക്ഷണിക്കാം. സാറേ തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ ഒരു 3 പേരുടെ സ്പോൺസർഷിപ്പ് ഞാൻ ഏറ്റെടുക്കുകയാണ്. പണം നാളെ അയക്കുകയാണ് കേട്ടോ. 21 പേരുടെ 3 പേരുടെ അത് വയനാട്ടിൽ കഴിയുന്നത് തുടങ്ങി വെച്ചാണ്. തുടക്കം നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഓക്കെ സാറേ, സന്തോഷം. അപ്പൊ ഇതുപോലെ ഇനി ഇതുപോലെ വരട്ടെ. രണ്ടും കൂടെ തുടങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങായിരുന്നു. 2 ആൾക്കാരും കൂടെ സ്പോൺസർ ചെയ്ത് വരികയാണെങ്കിൽ
ഞാൻ അതാണ്. അതല്ലെങ്കിൽ അവർ ആലോചിച്ച് ഇടയ്ക്ക് പറഞ്ഞോളും. എന്തായാലും സേട്ട് സാറ് നമ്മളെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളോ അവരുടെ കുഴഞ്ഞ കേസുകളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. എല്ലാവരും ആലോചിച്ച് വെക്കുമ്പോഴേക്കും സാറിന് ഇന്നത്തെ എന്താണ് ആമുഖമായിട്ട് എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. സാറേ തുടങ്ങിക്കോളൂ. ഓക്കെ, അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമുക്ക് അടിസ്ഥാനപരമായിട്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ, പിള്ളേർക്ക് സ്റ്റുഡൻസിന് വിശ്വാസം പോരാന്ന്. ആ കാലഘട്ടം മാറിപ്പോയി കേട്ടോ. ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോഴതല്ല, വിശ്വാസം വളരെ വന്നിട്ടുണ്ട്. IUPAC വളരെയധികം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. IUPACയുടെ ക്ലാസ്സുകളിൽ പോകുന്ന പിള്ളേർക്കെല്ലാം നല്ല വിശ്വാസമായിട്ട് പോകുന്നുണ്ട്. കേട്ട് കേൾവിയായിട്ട് വരുന്നുണ്ട് അവർക്ക്. അവിടെ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന ഓരോ കേസുകളും അവരെ സംശയം നിർവ്വഹണത്തിന് വേണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംശയങ്ങൾ തീരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കീറാമുട്ടിയുടെ പല രോഗങ്ങളും മാറിയായിട്ട് ചരിത്രത്തിന്റെ രേഖപ്പെടുത്തിയിട്ടുള്ള കേസുകളാണ് വേണ്ടി കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് പഴയ പോലെയുള്ള നിരാശ ഒന്നും ഇപ്പോൾ ഇല്ല. വളരെയധികം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്ന കുട്ടികളാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. അങ്ങനെയാണ് ഇനിയും ഭാവിയിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കേസുകൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസുകൾ സുഖമായിക്കൊണ്ടിരുന്നാൽ അത് സുഖം റിപ്പോർട്ട് പ്രകാരം സംശുദ്ധമായിട്ട് സത്യസന്ധമായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള സ്റ്റുഡൻസിനും മറ്റുള്ളവർക്കും കേസ് ഇല്ലാത്തവർക്കും എല്ലാം ഒരു പ്രചോദനം ഉണ്ടായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 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 വേദി ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ പ്രാവശ്യവും 1-2 കേസുകളൊക്കെ പറഞ്ഞിട്ട് പോകുന്ന രീതിയിലാകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതാണ് എനിക്ക് ആഗമമായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ ഒരു നിവാരണം എത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാം. എന്നെ കൂടെ അറിയാവുന്ന കാര്യം പറഞ്ഞുതരാം, അല്ലെങ്കിൽ റെഫർ ചെയ്ത് പറഞ്ഞുതരാം പിന്നീട്. അത് സത്യം. എനിക്കറിയാൻ പറ്റുന്ന കാര്യം നിങ്ങളും പറഞ്ഞു തരണം കേട്ടോ. എല്ലാ സിദ്ധിയുള്ള ഒരാളൊന്നുമല്ല ഞാൻ. നിങ്ങളെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടായി എനിക്കുണ്ട് പല കാര്യങ്ങൾക്കും. ചോദ്യം തുടങ്ങാം. തുടങ്ങാം. സാറിന്റെ നടുവേദനയൊക്കെ മാറിയോ? ഹോമിയോപ്പതി മരുന്നാണോ കഴിച്ചത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മരുന്ന് തന്നെയാണ്. എനിക്ക് D11 ഫ്രാക്ചർ ഉണ്ടായതാണ്. വീണിട്ട് D11 ഫ്രാക്ചർ ഉണ്ടായിട്ട് അത് അവിടെ കാൽസ്യം കുത്തിവെച്ച് മാറ്റാമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു പലർക്കും. അപ്പോൾ എൻ്റെ ഒരു ഡോക്ടർ ഇപ്പോൾ ഈ അടുത്ത് മരിച്ചുപോയി, കിട്ടി ജോർജ് സാറ്. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും കാൽസ്യം കുത്തിവെക്കരുത്. കുത്തിവെച്ചാൽ ഭാവിയിൽ ഒരുപാട് ദോഷങ്ങളുണ്ടാവും. അതുകൊണ്ട് അതിന് ബദല് എൻ്റെ ശിഷ്യന്മാരെന്ന് പലരും ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഡോക്ടർക്ക് അറിയാവുന്നവരാണ്. ചിലപ്പോൾ ഡോക്ടർ കോൺടാക്ട് ചെയ്യും, അത് നിർദ്ദേശിക്കും. ശരിയാണ്. അതിനുശേഷം 1-2 പേരെ വിളിച്ച് പറഞ്ഞ് നമുക്ക് ഇവിടെ മിംസിൽ വരികയാണെങ്കിൽ ഒരു 3 ദിവസം കൊണ്ട് ആ കാര്യം മാറ്റാൻ പറ്റും. നമ്മുടെ ആ സ്ഥലത്ത് സ്പോട്ടിൽ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാൽസ്യം നിറയും, പെട്ടെന്ന് മാറാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ നിന്നില്ല. കാരണം ഞാൻ എന്നെക്കാളും ബഹുമാനിക്കുന്ന ടി ജോർജ് സാറിൻ്റെ ഉപദേശം ഏറ്റെടുത്തു. അല്ലെങ്കിൽ തന്നെ എനിക്ക് പണ്ടേ അത് താല്പര്യമില്ല അങ്ങനെ ഉപദേശം. സാർ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഉറപ്പായി. അപ്പോൾ അത് ഇപ്പം ചെയ്തില്ല. ഒരു 30 ദിവസം കംപ്ലീറ്റ് ഞാൻ റെസ്റ്റ് എടുത്തു. റെസ്റ്റിൻ്റെ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് നന്നായിട്ട് മാറി. ഇപ്പം അങ്ങനെയുള്ള അസുഖമൊന്നുമില്ല. ഞാൻ സ്കാൻ എടുത്ത് നോക്കി, എക്സ്റേ എടുത്ത് നോക്കി, എല്ലാം ഫീസായിട്ടുണ്ട്. ഫ്രാക്ചറായ 3 ഫ്രാക്ചറായിരുന്നു. ഒരു വീഴ്ചയിൽ ഒരു ബെഡ് ഫ്രാക്ചർ ലോങ്ങിനും വന്നത് എല്ലാം ക്ലിയറായി. ഞാൻ സിംഫൈറ്റുമാണ് കഴിച്ചത്. സിംഫൈറ്റും 30. കൽക്കരിയ ഫോഴ്സും കഴിച്ചു. കൽക്കരിയ ഫോഴ്സ് 3 times കഴിച്ചു. സിംഫൈറ്റും ആദ്യം 3 times ആയി, പിന്നെ ചോയ്സ് കഴിച്ചു. പിന്നെ ഓരോ ഡോസായിട്ട് മാറിയത് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും. 10-40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് മാറിയത്. ഒരു ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ ഇല്ല. ഞാൻ നടക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുകയും ചെയ്തില്ലായിരുന്നു. മറ്റേ ഒരു ബെൽറ്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം അതില്ല. ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയത് ബെൽറ്റ് ഇല്ലാതെയാണ്. അത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്കൂറൊക്കെ ഇരുന്ന് ടാക്ലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം പണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ സാറേ, സന്തോഷം. സാറിന്റെ നടുവിന്റെ പ്രശ്നങ്ങളൊക്കെ സാറ് ഇരുന്നും ചരിഞ്ഞും കിടന്നും ഇരുന്നും ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ പ്രോഗ്രാം കണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും അതെല്ലാം മാറി. സാറിന്റെ ഹോമിയോപ്പതി മരുന്ന് റെസ്റ്റും കൊണ്ട് സാറിന്റെ പ്രശ്നങ്ങളെല്ലാം മാറി. സിംഫൈറ്റും
കൽക്കേരിയ ഫോസും അതിനൊരു പങ്ക് വഹിച്ചു. സന്തോഷം കേട്ടതിൽ. കേട്ടതിൽ വളരെ സന്തോഷം. ഇത് അങ്ങനെ എന്തായാലും അപ്പൊ ഇനി ഇതുപോലെ ഓരോരുത്തരൊന്ന് ഹാൻഡ് റൈസ് ചെയ്താല് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇടാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മറിയാമ്മ ഡോക്ടർക്ക് സംശയമുണ്ട്. മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സാറേ, ഇന്ന് വന്നൊരു കേസിനെ കുറിച്ചാണ്. ഉം. നാക്കിന്റെ അടിയില് ഒരു ബലൂൺ പോലെ ഒരു ആ. ചെറിയ 1 സെന്റിമീറ്ററോളം കാണും. അത് കണ്ട നീല നിറമാണ്. ഉം. ഒരു ലൈറ്റ് നീല നിറത്തിലിരിക്കുന്ന ബൾബ് പോലെ ഇരിക്കും. അത് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെയാ തോന്നുന്നത്. അത് അവര് പിന്ന് വെച്ച് 2 പ്രാവശ്യം കുത്തി പൊട്ടിച്ചു എന്ന് പറഞ്ഞു. അയ്യോ. അന്ന് പുളിയുള്ള ഒരു ദ്രാവകം പോയി. പക്ഷെ വീണ്ടും അതുപോലെ തന്നെ വീർത്തു. അപ്പൊ അത് വീർത്ത് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള കേസുകൾ നമ്മള് എന്ത് നീല ചെയ്യണം? കളറാണ് അവിടെ അല്ലേ? എന്താ ഒരു നീല നിറമുണ്ട്. നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പം അതിന്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ബ്ലഡ് വെസിൽ നല്ല നെറ്റ്വർക്ക് പോലെ കാണാം. അത് അവിടുത്തെ വെയിൻസിന്റെ ആണോ? വെയിൻ എൻലാർജ്മെന്റ് ആയിട്ടാണ് ഉണ്ടായത്. ആ നീല കളർ കളറാണ് കാരണം. ആർട്ടീരിയൽ അല്ല, വെയിനായിരുന്നു. വെയിനാണ് വികസിച്ച് വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അതാണ് പൊട്ടിച്ചു കളയുമ്പോൾ പിന്നെയും പിന്നെയും വരാനുള്ള കാരണമല്ലേ? ഇതല്ലേ അത് നമുക്ക് കഴിക്കാൻ പറ്റിയ മരുന്ന് വെച്ചാൽ മെമ്മരീസ് ആണ്. ഹൈ പൊട്ടൻസി കഴിച്ചാൽ മതി. മെമ്മരീസ് 10 ഒരു 2 ആഴ്ച കൂടുമ്പം രാത്രിയും രാവിലെ ആയിട്ട് കഴിക്കുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ കൽക്കരി പ്രവർത്തിച്ച് ചേർത്തുകൊണ്ട് കഴിക്കാം. നിർബന്ധമില്ല. കഴിച്ചാൽ സ്പീഡപ്പ് ചിലപ്പോൾ സ്പീഡപ്പ് ചെയ്യും. ചിലർക്ക് വേണ്ടി വരും അത്. അല്ലെങ്കിൽ ആ മെമ്മരീസ് മാത്രം മതിയാവും. 15 ദിവസം കൂടുമ്പോഴേക്കും 1 ദിവസം രാത്രിയും രാവിലെ ആയിട്ട് കഴിക്കുക. അങ്ങനെ 3 മാസം കഴിഞ്ഞാൽ ആ അസുഖത്തിന് മാറ്റം ഉണ്ടാവും. 3 മാസം മതിയാവും. 3 മാസം എന്ന് പറയുമ്പോൾ 6 ദിവസം മരുന്ന്. 6 12 ദിവസം മരുന്ന്. അതെ. കാൽക്കേരിയ ഫ്ലോർ കൊടുക്കുവാണെങ്കിൽ 6x 3 നേരം കൊടുക്കാം. അതെ, 3 നേരം കൊടുക്കാം. മിക്കവാറും വേണ്ടി വരുന്നില്ല. അത് ചില ഫംഗ്ഷനിൽ വേണ്ടി വരും. അത് അവരെ ചികിത്സിക്കുന്നവർക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ കൊടുക്കാതെ കൊടുത്തു നോക്കാം സാറേ. ഓക്കെ. ഓക്കെ. ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. എന്തോ? ഫോളോ അപ്പ് ചെയ്യണേ. അത് ചെയ്യാം സാറേ. കൊടുത്തിട്ട് എന്താ സംഭവിക്കുന്ന കാര്യം ഇവിടെ പരസ്യമായിട്ട് പറയണം. അതന്നെ, ഫോളോ അപ്പ് ചെയ്യണം. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അതിന്റെ റിസൾട്ട് പറയുകയും വേണം. അങ്ങനെ അതെ. സാർ. താങ്ക് യു സാർ. അതെ. ഓക്കെ മറിയാമ്മ ഡോക്ടറെ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം ഇതുപോലെ. ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. സാറേ, ഈ വെരിക്കോസ് വെയിൻ കൊണ്ട് കാലിലൊക്കെ അൾസർ ഉണ്ടായാലേ അത് ക്യൂർ ആവാൻ ഒത്തിരി ഭയങ്കര സമയം എടുക്കുന്നുണ്ടല്ലോ. കൽക്കരി ഫ്ലോർ 10 പൊട്ടൻസി നൈറ്റ് ആൻഡ് മോർണിംഗ് കൊടുത്താൽ ഒരു 3 ആഴ്ച കൂടുമ്പോൾ 2 ദിവസം കൊടുത്താൽ മതിയാവും. മാറ്റം വരും. അത് കൽക്കരി ഫ്ലോറിക്കും 6x അല്ല 10 പൊട്ടൻസി. അത് ചിലപ്പോൾ അൾസർ ആണ് ഡീപ്പായിട്ടുണ്ടെങ്കിൽ 2 ദിവസം സൈലീഷ കൊടുത്ത ശേഷം പിന്നീട് കൽക്കരി ഫ്ലോർ 6x കൊടുത്ത് ശേഷം കൽക്കരി ഫ്ലോർ ഹയർ പൊട്ടൻസി കൊടുക്കണം. ഓപ്പൺ ആൻസർ ആണെങ്കിൽ സൈലീഷ 10. സൈലീഷ്യ 10 ആണല്ലേ? അതെ. സൈലീഷ്യ 10, കൽക്കരി ഫ്ലോർ 6x, പിന്നെ കൽക്കരി ഫ്ലോർ 10. അതെ. പിന്നെ 6x കൊടുക്കേണ്ട ആവശ്യമില്ല. 10 കൊടുക്കാൻ പിന്നെ കൊടുക്കാൻ പാടില്ല. ഇനി ഡോക്ടർ സുനിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. ചോദ്യകർത്താവിന് ഒരു പ്രാവശ്യം ഇതിന് കാണിക്കാനും നന്നായിരിക്കും കേട്ടോ. അതാണ് ഡോക്ടറെ ഒന്ന്. ഡോക്ടർ കോഹോസ്റ്റ് ആണ്. ഡോക്ടർക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാം, മൈക്ക് വേണമെങ്കിൽ മൈക്ക് ഓൺ ചെയ്യാം, രണ്ടും ചെയ്യാം. എല്ലാ കേസും അങ്ങനെ ആയിക്കോളാം. നല്ലത്. എല്ലാ കേസിനും കോഹോസ്റ്റ് ആക്കിയാൽ മതി. സുനിൽ ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഹലോ. സേട്ട് സാറിനൊന്ന് കാണണമെന്നാണ് പറയുന്നത്. എനിക്ക് ആളെ കാണാം. ഹലോ. ആളിനെ ജസ്റ്റ് ഒന്ന് കണ്ടാ കൊള്ളാന്നാണ് പറയുന്നത്.
സാർ എന്റെ നിങ്ങള് വീഡിയോ ഓൺ ആവുന്നില്ല. ആ എന്തോ ശരി. ഇഷ്യൂ ഉണ്ട്. ഞാൻ സാറിന്റെ ആ. സ്റ്റുഡന്റ് ആണ്, കോഴിക്കോട് കോളേജിലെ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. ഗൾഫിലോ? ആഹാ. ആ ആ ആ. ഞാൻ 13th ബാച്ച് ആണ് കോഴിക്കോട്. ആ ശരി. സാർ പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമില്ല. പിന്നെ 2-3 സാധാരണ ബുദ്ധിമുട്ടുള്ള കേസുകൾ. ഒന്ന് കോളിലിത്യാസിസ്, പിന്നെ ഒന്ന് ഉം. ന്യൂറോ ഫൈബ്രോമ, ഒന്ന് ലൈപ്പോമ, പിന്നെ ഉം. ഒന്ന് ഹെമാൻജിയോമ. ഈ ഉം. കേസുകളിലൊക്കെ ഒന്ന് സാർ പറയാമോ കൂടുതൽ എഫക്റ്റീവ് ആ ആയിട്ടുള്ള മെഡിസിൻസ്? ഓരോന്നോരോന്ന് ചോദിച്ചോളൂ, ഓരോന്നോരോന്ന് ചോദിക്കും. എല്ലാം കോളിലിത്യാസിസ്. കോളിറ്റിയാസിസ്, അതായത് കിഡ്നിയിലെ, സോറി, ലിവറില്, ഗോൾ ബ്ലാഡറിൽ കല്ല് അല്ലേ? അതെ. അത് പെയിനുള്ള ടൈപ്പാണോ അതോ പെയിൻ ആ ഇല്ലാത്ത ടൈപ്പാണോ? ചിലപ്പോ ഒക്കേഷണൽ പെയിന്, പോളിസിസ്റ്റൈറ്റിസ് പോലെയൊക്കെ ഇടയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ നല്ല ഒരുപാട് കേസ് ഉണ്ട് ഇവിടെ ഡൽഹിയിൽ. ഈ ഏരിയയിൽ കോളിലിത്യാസിസ് ഭയങ്കര കോമൺ ആണ്. ആ. അപ്പൊ അത് മഞ്ഞപ്പത്തിന് ലക്ഷണം കാണിക്കുന്നുണ്ടോ? സാർ മഞ്ഞപ്പത്തിന്റെ ലക്ഷണം വല്ല കാണിക്കുന്നുണ്ടോ? ഇല്ല. ഡെയിലി ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന്റെ അധികം ഉണ്ടാവാറില്ല. മിക്കവാറും ഇവർക്ക് ഉണ്ടാവും. പെയിൻ ആയിട്ടാണ് കൂടുതലും വരിക. ഓക്കെ ഓക്കെ. അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ പറ്റിയത് ലേക്കോപോഡിയം 0/3 ഓക്കെ. പിന്നെ എങ്ങനെയാ കൊളസ്ട്രോൾ സാർ? ഓക്കെ. എങ്ങനെയാ സാർ 0/3 ഡെയിലി റിപ്പീറ്റേഷൻ? 2 ഡോസ് കൊടുക്കുക. അങ്ങനെ ഓക്കെ. 15 ദിവസം കൊടുത്ത് പിന്നെ 1 ഡോസ് ആക്കുക. അതിൻ്റെ കൂടെ ഓക്കെ. തന്നെ കൊളസ്ട്രോൾ ഓക്കെ. 3x കൊടുക്കുക ഓക്കെ. കേട്ടോ. ഓക്കെ. ഓക്കെ സാർ. പിന്നെ ഇത് ഹെമാൻജിയോമ. ആ സമാജി എവിടെയാണുള്ളത്? ഏത് ഹെമാൻജിയോമ സ്ഥലത്താണ്? ഇപ്പൊ ഒരു ഉള്ളൊരു കേസിന് ഒന്നിന് ഈ ഷോൾഡറിന്റെ മേലെയുണ്ട്, ആ പിന്നെ ഒന്ന് മൂക്കിന്റെ ഉള്ളിലുണ്ട്. ആ. അങ്ങനെയാണ് 2 കേസ് ഇപ്പൊ നിലവിലുള്ള 2 കേസുകൾ. പെയിൻ ഇല്ല അല്ലേ? ഈ ഷോൾഡറിന്റെ മേലെയുള്ളത് ഒരു ചെറിയ കുട്ടിയുടെയാണ്. അതിന് പെയിൻ ഉണ്ട്, നല്ല പെയിൻ ഉണ്ട്, തൊടുമ്പോ പെയിൻ ഉണ്ട്. ആർമിക്ക ഒരു 10 കൊടുക്കും കേട്ടോ. ആർമിക്കാട്ട് തന്നെ. ആർമിക്ക 10. ഓക്കെ. ഉം. റിപ്പീറ്റേഷൻ എങ്ങനെയാ സാർ? ചിലത് ഡിസോൾവ് ആയി പോകാൻ കുറച്ച് താമസം ഉണ്ടാവും, കട്ടിയായിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ കൽക്കരി ഫ്ലോറോട് കൊടുക്കാം. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ഇത് ന്യൂറോ ഫൈബ്രോമയുടെ എങ്ങനെ റിസൾട്ട് കിട്ടാറുണ്ടോ? എങ്ങനെയാണ്? കിട്ടാറുണ്ട്, വളരെ വളരെ റയറാണ്. ഒരു ബുദ്ധിമുട്ടാണ് മാറ്റാൻ വേണ്ടി. എന്നാലും നമുക്ക് ഞാൻ എൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം. സിഫിലിനും 2 ഡോസ് കൊടുത്തിട്ട് അത് ഒരു 3rd ഡേ മുതൽ കൽക്കരി ഫ്ലോർ കൊടുക്കും ഞാൻ. ഓക്കെ. 30 പൊട്ടൻസി ഓക്കെ. ഡെയിലി 1 ഡോസ് കൊടുക്കും. അങ്ങനെ 2-3 മാസം ഫ്ലോർ കൊടുത്ത് 30. കഴിയുമ്പോഴേക്കും അതെ സിഫിലിനും 10 രാത്രി എല്ലാവരും കൊടുത്തിട്ട് ഒരു 3rd ഡേ മുതൽ കൽക്കരി ഫ്ലോർ 30 ഡെയിലി 1 ഡോസ് കൊടുക്കും. അത് മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് മാറ്റം ഉണ്ടായ കേസുകളുണ്ട്, മാറ്റം ഇല്ലാത്ത കേസുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാലും മാറ്റം ഉണ്ടാകുന്ന കേസാണ് കൂടുതലുള്ളത്. ഓക്കെ സാർ. ഓക്കെ. പിന്നെ ലൈപ്പോമ ഇതേ രീതിയിൽ നോക്കിയാൽ മതി. ലൈപ്പോമായി ഇത് തന്നെയാണ് കൂടുതൽ വരുന്നത്. അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, മറ്റേ കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ട് കൽക്കരി ഫ്ലോർ വേണ്ട, അവിടെ അമാമിനേറ്റ് കൊടുത്താൽ മതിയാവും. ഇഫലിനെ കൊടുത്തിട്ട് അമാമിനേറ്റ് 30 കൊടുക്കുക. ഡെയിലി 2 ഡോസ് കൊടുക്കുക കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. സിഫിലിനെ കൊടുത്താൽ 4 ദിവസത്തേക്ക് വേറെ കൊടുക്കരുത്, 5-6 ദിവസം വരെ കൊടുക്കാവൂ അമാമിനേറ്റ്. ഓക്കെ. ശരി ശരി സാർ. താങ്ക് യു. ഓക്കെ. ഓക്കെ. അപ്പോ ഓക്കെ സുനിൽ ഡോക്ടറെ. അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത്. ആ ഓക്കെ, കേൾക്കാം. ജയചന്ദ്രൻ കേൾക്കുന്നു. ഡോക്ടറെ അസുഖമൊക്കെ ഭേദമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അസുഖമൊക്കെ പൂർണ്ണമായും ഭേദമായി എന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. യാത്രയുണ്ടോ? യാത്ര ഉണ്ടായിരുന്നോ? അടുത്ത ആഴ്ച എറണാകുളത്ത് ഈ ജില്ല 5th ആനിവേഴ്സറി ഇല്ലേ,
ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും ഞാൻ. ഞാൻ വരുന്നുണ്ട് ഞാൻ ഓക്കെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. പിന്നെ ഞാനിപ്പോ ചോദിക്കാതിരുന്നത്, നേരത്തെ ആ. മറിയമ്മ ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ അടുത്തൊരു കേസ് വന്നു. ഒരു ആയുർവേദ ഡോക്ടറാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. ഉം. മറിയമ്മ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ഒരു കേസായിരുന്നു. ഒരു പുള്ളിയുടെ വാക്കകത്ത് കവിളില് ചെറിയൊരു കാർബൺകൾ പോലെ വന്നായിരുന്നു. ഉം. അപ്പോൾ ഒരു സർജനൊക്കെ ഉണ്ടാകും എടുത്ത് കളഞ്ഞു. അത് ഹീൽ ചെയ്തു. കുറെ മാസങ്ങൾക്ക് ശേഷം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ ഉണ്ടായി. ഉം. അപ്പോൾ അത് എടുത്ത് ചെക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ മാലിഗ്നൻസി കാണുന്നുണ്ട്. അപ്പോൾ അയാള് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞ്, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്, ഇത് ലൈറ്റ് അടിക്കും, പിന്നെ താടിയെല്ല് വെട്ടിക്കളയും, എനിക്ക് കൊണുവായനായിട്ട് നടക്കാൻ വയ്യ, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടൊക്കെ പോയി. അപ്പൊ ആ കേസിൽ നമുക്ക് എന്താണ് ചിന്തിക്കേണ്ട മരുന്നുകള്? കവളിലാണോ ചുണ്ടിന് താഴെയാണോ? വാക്കകത്ത് കവിളില്. ബൈക്കകത്ത് ഉള്ളോട്ടാണ് അല്ലേ? വാക്കകത്ത് കവിളിലാണ്. ഉൾഭാഗത്തായിട്ടാണ്. ഉൾഭാഗത്ത്. അതെ അംബ്രാ അതെ ഗ്രേഷ്യ എന്ന് പറയുമ്പോൾ അതെ. കേട്ടിട്ടുണ്ടോ? അംബ്രാ ഗ്രേഷ്യ എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. അത് 10 കേട്ടിട്ടുണ്ട്. പൊട്ടൻസി കൊടുക്കുക. 10 പൊട്ടൻസി 20 ഡേയ്സ് കൊടുക്കുക. ഒരു ഡോസ് കേട്ടോ. 2-3 മാസം കൊടുത്തു കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും. 20 days 20 ഡേയ്സ് കേട്ടോ. അത് മാറ്റം ഉണ്ടാവും. ഓക്കെ താങ്ക് യു. അത് എത്ര ഡോസ് കൊടുക്കേണ്ടി വരും? ഒരു 3 മാസം കൊടുത്താൽ മതിയാവും. 3 മാസം. 20 വെച്ചിട്ട് ഒരു 90 ദിവസം 100 ദിവസം അങ്ങനെ കൊടുക്കുക. ഒരു 5-6 ഡോസ് കൊടുത്താൽ മതിയാവും. ശരി. ഓക്കെ താങ്ക് യു. സൺഡേ കാണാം. ഓക്കെ സാർ. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടർ. ഇനി അടുത്തത് ഇനി ആരെങ്കിലും, സുനിൽ ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തതായിരിക്കും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സുനിൽ ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തതാണോ അതെ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തതാണോ? ഞാനൊന്നുകൂടെ ചോദിച്ചോട്ടെ ആ സാർ, ഈ നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ നമുക്ക് മാറ്റാൻ പറ്റുമോ? കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ഏറെക്കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. DNS അതെ, അത് പരീക്ഷ കൊടുത്താൽ മതിയാവും. പരീക്ഷ ആദ്യം 0.3 കൊടുക്കുക. ഡെയിലി 2 ഡോസ് വെച്ച് കൊടുക്കുക. ഒരു 1-1.5 മാസം കൊടുത്തേ പിന്നെ അത് നേരെ 10mലോട്ട് മാറ്റുക. 10m ഒരു മനുഷ്യനെ മന്ത് രാത്രി രാവിലെ കൊടുക്കുക. 1-1.5 വർഷം കൊണ്ടേ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞിട്ടേ മാറ്റം കണ്ടു തുടങ്ങത്തുള്ളൂ. 10m രണ്ടാമത്തെ കോഴ്സ് കൊടുക്കണ്ട. ആദ്യം 0.3 കൊടുക്കണമേ. കൊടുത്തത് 1 മന്ത് കഴിഞ്ഞ പിന്നെ 10m സ്റ്റാർട്ട് ചെയ്യാം. 10m 2 ഡോസാണോ? അതെ, രാത്രി രാവിലെ കൊടുക്കുക. മന്ത്ലി. പിന്നെ കാശ് വെച്ചണമെങ്കിൽ വേറെ തന്നെ കൊടുത്തോണം കേട്ടോ. PLO SLO BTO. ഞാൻ എൻ്റെ മാത്രമേ പറഞ്ഞുള്ളേ. 29 PL കൊടുക്കാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ 29, 56 എല്ലാം കൊടുത്താൽ മതി. നേസൽ പോളിപ്പ് 20 പരീക്ഷയാണ് കൂടെ വരുന്നത്. 0.3 ഇതേപോലെ തന്നെ മതി അല്ലേ? അതെ പിന്നെ 10m. അതെ. പിന്നെ നേസൽ പോളിപ്പ് മീക്കോ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലാണ് പരീക്ഷ വരുന്നത്. ഇറഗുലർ വരികയാണെങ്കിൽ അത് സൂച വരും കേട്ടോ. സൂച നേരത്തെ അടുപ്പിച്ച് 1 മാസം 2 മാസം കൊടുത്തിട്ട് പിന്നെ ഹൈപ്പോട്ടൻസി ആക്കുക. എങ്ങനെയാണെങ്കിലും സാറേ ഇറഗുലർ മാർജിൻ വരും. അത് നോക്കുമ്പോൾ അറിയാൻ മനസ്സിലാവും നോക്ക്. മറ്റൊരു നല്ല സിംഗിൾ സൈസ് ആയിരിക്കും. മീക്കോടായിരിക്കും. ബലൂൺ പോലെ അതെ, നല്ല ഷേപ്പായിട്ടായിരിക്കും. അതിനാണ് പരീക്ഷ വരുന്നത്. ഷേപ്പ് ഇല്ലാതെ പല കോൺട്രാക്ട് വരുന്നതിന് തുല്യമാണ്.
പൂജ 30. 30 ഒരു അത് മാസം പൊതുവെ പിന്നെ 10 ആക്കണം. വണ്ണമ്പില് വലിയ ആക്ഷൻ ഇല്ല. എണ്ണം ഇതുപോലെ 2 ഡോസ്. അതെ, വൺസ് ഇൻ എ മന്ത്. അത് റിസൾട്ട് കിട്ടുന്നിടം വരെ അതെ ഗ്യാപ്പ് വിട്ടൊക്കെ കൊടുക്കുക. അതെ, 1-2 വർഷം വേണ്ടി വരും ഓക്കെ. നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ. ഭദ്രൻ ഡോക്ടറെ ദീപ്തി ഡോക്ടർ കുറച്ചു നേരമായി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ദീപ്തി ഡോക്ടർ കഴിഞ്ഞിട്ട് ഭദ്രൻ ഡോക്ടറിലേക്ക് വരാം. ദീപ്തി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ സാർ. സാർ, ഈ സോറിയാസിസ് റെക്കറന്റ് ആയിട്ട് വരുന്ന കേസസിൽ എങ്ങനെ സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാ സാർ, പറയാമോ സാർ? അവിടെ നല്ല ആക്ഷൻ ഉണ്ട്, നല്ല റിസൾട്ട് ആയിട്ട് നോക്ക്. സാർ, ഈ റെക്കറൻസി കുറയ്ക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? റെക്കറൻസി കൊടുക്കണമെങ്കിൽ ഹൈപ്പോട്ടൻഷൻ ചോർന്ന് കൊടുക്കണം. തൈറോയിഡിനം 3x കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആൾക്കാരിൽ 3x, അത് ഏതാണ്ട് നോക്കണം. രണ്ടിനും 2 വ്യത്യാസമുണ്ട് നാച്ചുറല്. ആ നാച്ചുറൽ നോക്കിയിട്ട് മിക്കവാറും തൈറോയിഡിനം 3x ആയിരിക്കും വരിക. ആൾക്കാർ 3x റയറായിട്ട് വരത്തുള്ളൂ. അത് കൊടുത്ത് അത് ഡെയിലി 2 ദിവസം വെച്ച് കൊടുത്തോണ്ടിരിക്കുക. കൊടുത്തിട്ട് ഹൈപ്പോട്ടൻഷനായിട്ട് പോവാം. ശരി സാർ, ശരി സാർ. സാർ, ഹെയർ ഫോളിന് സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ സാർ? നാച്ചുറൽ മ്യൂർ 10 കണ്ണും അടച്ചു കൊടുത്താൽ മതി. സാർ, ഓക്കെ സാർ. സാർ, എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും സാർ കൊടുക്കാറുണ്ടോ? എന്റെ ഹാർമോണ്ടൊക്കെ കൊടുക്കാറുണ്ട്. ഹാർമോണ്ട് ഹെർബലുണ്ട്, ഹാർമോണ്ട് എക്സലുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഹാർമോണ്ട് മാത്രമേ അങ്ങാടി ഇറങ്ങുന്നുള്ളൂ. ശരി സാർ, ശരി സാർ. ദീപ്തി ഡോക്ടറെ ഓക്കെ. അടുത്തത് ഭദ്രൻ ഡോക്ടർ ആണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഭദ്രൻ ഡോക്ടറിലേക്ക് പോവാം. ഡോക്ടറെ സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ പറ്റുന്നില്ലേ? കോഹോസ്റ്റ് ആക്കാം, അപ്പോഴും പിന്നെ പ്രശ്നമില്ല. ഡോക്ടറെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ? ഹലോ ഡോക്ടറെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ജയചന്ദ്രൻ ഡോക്ടറെ ഭദ്രൻ ഡോക്ടർ കഴിഞ്ഞിട്ട് ചോദിക്കാം. വരാം, അവസരം തരാം. ഈ ഭദ്രൻ ഡോക്ടർ ചോദിച്ചോട്ടെ. ഓക്കെ. ഈ ടോസിസ് ഐലിഡ്സിന്, അതായത് ഡ്രോപ്പിംഗ് ഓഫ് ഐലിഡ്സ്, അത് ഈ പല്ലും എന്തെങ്കിലും നെർവസ് ഡിസോർഡേഴ്സ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം തനിയെ കണ്ണ് അടഞ്ഞു പോവുക. അപ്പം അത് പിന്നെ പലരും ചോദിക്കും, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഉറക്കം അല്ലായിരുന്നാലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നതിന് ഏത് മെഡിസിനാണ്? അതിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കണ്ണ് തുറന്നു വെച്ച് ഓടിക്കാനും കൈകൊണ്ട് പിടിച്ച് തുറന്നു വെച്ച് ഓടിക്കാൻ സുഖമായിട്ട് പോകുന്നുണ്ട്. പരാസിറ്റിക് കണ്ടീഷനാണ്. പരാസിസ് ഓഫ് ദ ഐലിഡ്സ്. കോസ്റ്റിക്കാണ് മരുന്നതിന്റെ. കോസ്റ്റിക്ക 10 മന്ത്ലി കൊടുക്കുക. രാത്രി രാവിലെയായിട്ട് 2 ദിവസം രാത്രി രാവിലെയായിട്ട് കൊടുക്കുക. 2-3-4 ദിവസം കഴിയുമ്പോഴേ ആക്ഷൻ ഉണ്ടായി തുടങ്ങുള്ളൂ കേട്ടോ. കോസ്റ്റിക്കം അത് മതിയാവും. മതിയാവും. പരീക്ഷ നോക്കാം സാർ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇനി ഭദ്രൻ ഡോക്ടർ സംശയം ചോദിച്ചു കഴിഞ്ഞു. അടുത്തത് ജയചന്ദ്രൻ ഡോക്ടർ ചുരുക്കി ചോദിക്കണേ. വേറെ 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ഞാൻ ചോദിക്കാൻ വന്നത്, നേരത്തെ നേസൽ പോളിപ്പസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ നേസൽ പോളിപ്പസ് വിത്ത് ടോൺസിലൈറ്റിസ് ആൻഡ് അഡിനോയിഡൈറ്റിസ് ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചിന്തിക്കാം? അത് എല്ലാം കൂടി വരുന്നതാണ്. അതിന്റെ ഇൻഫെക്ഷ്യസ് ആണ്. സ്ട്രെപ്റ്റോകോക്സിൻ ആദ്യം 200 കൊടുക്കുക, ഡെയിലി 1 ഡോസ് കൊടുക്കുക. അത് കഴിഞ്ഞ് 1 കൊടുക്കുക, പിന്നെ 10 കൊടുക്കുക. സ്ട്രെപ്റ്റോകോക്സിൻ. അപ്പൊ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് മാറും. പിന്നെയും കോർത്ത് നിൽക്കുകയാണെങ്കിൽ സുജ കൊടുക്കാം. സുജായ സരീക്ഷ കൊടുക്കാം. അല്ല, ആദ്യം ഈ പൊട്ടൻസി മാറി മാറി കൊടുക്കുമ്പോൾ നമ്മൾ ഇന്റർവെൽ എങ്ങനെ നോക്കാം? 200 ഡെയിലി 1 ഡോസ് കൊടുക്കാം. 200 ഡെയിലി. ലോ പൊട്ടൻസി കൊടുത്തിട്ട് ഹയർ പൊട്ടൻസിയിലോട്ട് മാറുമ്പോൾ അതിന്റെ ഇന്റർവെൽ എങ്ങനെയാണ്?
15 days 10 to 15 days എടുക്കാം ആ ഒരു ഡോസിന് കേട്ടോ. ഓക്കെ ഓക്കെ ആ ഓക്കെ അത് ഓക്കെ നല്ല ആക്ഷൻ ഓ കിട്ടും, നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി ശരി 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 ശരി. അതിൽ ഈ ഓക്കെ മറ്റേ വെള്ളം കുടിക്കുന്നതിൽ ചൂടുവെള്ളം കുടിക്കണമെന്നോ തണുത്ത വെള്ളം കുടിക്കാം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കഴിയുന്നതും ഇൻസ്ട്രക്ഷൻ തണുത്ത കൊടുക്കണം? വെള്ളം ഒഴിവാക്കുന്നതല്ല, ഐസ് വാട്ടറൊക്കെ ഒഴിവാക്കുന്നതല്ല. തണുത്ത തണുത്ത വെള്ളം ചൂടുവെള്ളം തണുത്ത ആ വെള്ളം. തണുത്ത വെള്ളം. ഓ ഓ ഓ ചൂടുവെള്ളം ഓ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഓ കുഴപ്പമില്ല, ഓർഡിനറി വാട്ടർ കുടിച്ചാലും മതി. ശരി 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 ശരി. ഓക്കെ ആ ജയചന്ദ്രൻ പിന്നെ ഡോക്ടറെ. ഒന്നുകൂടെ പിന്നെ ഒന്നുകൂടെ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. ആ കുട്ടിക്ക് പ്രത്യേക കംപ്ലൈന്റ് ഒന്നുമില്ല. ഇവൻ എപ്പോഴും ഇങ്ങനെ കണ്ണ് അടച്ചടച്ചടച്ച് എപ്പോഴും അടയ്ക്കും. സ്പീഡിന് അതിന് ഈയിടെ കണ്ണടയ്ക്കുക ഒരു തുറക്കുക മെഡിസിൻ കണ്ണടയ്ക്കുക ഞാൻ തുറക്കുക വായിച്ചു. കണ്ണടയ്ക്കുക തുറക്കുക അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നായിരുന്നു. ആ വേറെ പ്രത്യേക അസുഖമൊന്നുമില്ല. എപ്പോഴും കണ്ണടയ്ക്കുക തുറക്കുക കണ്ണടയ്ക്കുക തുറക്കുക ഇല്ല ഈർക്കി കളിയാക്കുന്ന രീതിയിലുള്ള ഒരു കണ്ണടപ്പ്. അതെ, ഞാൻ ഈയിടെ ഒരു ഒരു കണ്ണ് മെഡിസിൻ മാത്രമല്ല, വായിച്ചായിരുന്നു. രണ്ട് കണ്ണും അല്ലേ? രണ്ട് കണ്ണും അടയ്ക്കും. രണ്ട് രണ്ട് കണ്ണും കണ്ണും അല്ലേ? അടയ്ക്കുന്നുണ്ട്. ആ. അതെ. ഓപ്പിയം കൊടുക്കുക ആദ്യം. ഓപ്പിയം 1 10 കൊടുക്കുക ആദ്യം ഓ കേട്ടോ. ഓ പിന്നെ സിക്കൂട്ട പറയുന്നുണ്ട് അതിന്. വേറെ ആ ഈയിടെ ഞാനൊരു മെഡിസിൻ വായിച്ചായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ ഏതാണ് പെട്ടെന്ന് ഏതാണ്? മറന്നുപോയി. അപ്പൊ പെട്ടെന്ന് മറന്നുപോയി. അനാക്കാരിയായിരിക്കും. ഞാനേ അല്ല അപ്പൊ എവിടെയാണ് വായിച്ചത്? അനാക്കാരിയായിരിക്കും. അല്ല മറവിയാണല്ലേ? ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോ ഞാൻ അത് നോക്കിക്കൊണ്ടുവരാം. കാരണം ഓക്കെ. വെച്ചാല് ഈയിടെ 2 ദിവസം ആയുള്ളൂ വായിച്ചിട്ട്, എന്നിട്ടും മറന്നുപോയി. ഇപ്പൊ എല്ലാം കൂടെ 2-3 വായിച്ചപ്പോ വേറെ ഏതാണെന്ന് മനസ്സിലായിരിക്കും അല്ലേ? റയർ മെഡിസിൻ ആണ്. നാളെ പറഞ്ഞുതരാം. ഓക്കെ. ഓക്കെ. അപ്പൊ പിന്നെ സാറ് അപ്പൊ പറഞ്ഞത് മറവിക്കുള്ള ഓപ്പിയോ. മരുന്ന് സാറ് മറവിക്കുള്ള പറഞ്ഞത് ഞാൻ ഇല്ല ഡോക്ടറെ, മറവിക്കുള്ള മരുന്നൂടെ കഴിക്കണേ. അത് മിക്കവാറും വേണ്ടി വരും. ചിലപ്പോ ഈ എപ്പോഴും മറവിക്കുള്ള വായിക്കുമ്പോഴേ മരുന്നൂടെ അത് കഴിക്കണം. താനല്ലയോ ഇത്, അല്ല പണ്ടൊരു അതെ 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 എന്താ അതെ അലങ്കാരം പറയില്ല, അത് താനല്ലയോ ഇത് എന്ന്. അതെ 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 അതെ. അത് കുഴപ്പമില്ല, ഞാൻ നാളെ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി ഡോക്ടർ സുബൈദയാണ് ഇനി ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അസ്സലാമലൈക്കും ഡോക്ടറെ. പറ്റില്ല. സാറ് സുഖല്ലേ? ആ സാറേ, ഈ 0 ബാർ 3 കൊടുക്കുമ്പോഴേ നമ്മൾ ഡെയിലി ഇങ്ങനെ ഒരു തവണയാണ് അതല്ല കൊടുക്കുന്ന? ഇങ്ങനെ നമ്മളൊരു 1 സ്മോൾ പില്ലിട്ടിട്ട് അതിന്റെ പോസോളജി എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്? ഡെയിലി ഒരു ഡോസ് കൊടുക്കാം. സൾഫർ ഒന്നും അതെങ്ങനെ? കൊടുക്കുക. സൾഫർ ഗ്യാപ്പിഴത്തേക്ക് ടൈം ഇട്ടേ കൊടുക്കാവൂ. 1 വീക്ക് ഇൻ്റർവെല് അല്ലെങ്കിൽ 15 days കൊടുക്കാവൂ. ഇപ്പൊ സൾഫറൊക്കെ അതല്ല 0 ബാർ 3 2-3 ആഴ്ച വർക്ക് ചെയ്യുന്ന ദിവസങ്ങളുണ്ട്, ഡെയിലി അല്ല. അപ്പൊ അങ്ങനെ ഫ്ലോറയ്ക്ക് മെഡിസിൻസ് കഴിയുന്നതും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. മറ്റുള്ളതൊക്കെ കൊടുക്കാം ഡെയിലി. അതന്നെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സ്മോൾ പില്ലിട്ടിട്ട് വെള്ളത്തിലിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്ത് അങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കണം ഒരു പില്ല് അങ്ങനെ നമുക്ക്? അത് ഒരു മെത്തേഡാണെന്നല്ലോ. അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ കൊടുക്കുന്ന മെത്തേഡ്. ഒരു ബില്ലൊന്നും പോരാ, 4-5 ബില്ലിട്ടിട്ട് അത് 1 സ്പൂൺ കൊടുക്കുക, പിന്നെ 1 സ്പൂൺ കൂടി ചേർക്കുക, പിന്നെ 1 സ്പൂൺ കൊടുക്കുക, അങ്ങനെ മെത്തേഡ് ചില ആൾ നമുക്ക് ഡെയിലി ചെയ്യാറുണ്ട്. എത്ര ദിവസം വരെ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ സാർ? കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദിവസം വരെ കൊടുക്കാൻ പറ്റുമോ ഒരു 0 ബാർ 3 ഒക്കെ? കണ്ടിന്യൂസ് കൊടുക്കാം. ആന്റിബയോട്ടിക് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അതേപോലെ അത് ഈ 0 ബാർ 3 കൊടുത്തൊരു പേഷ്യന്റ് പിന്നെ നമുക്ക് സെൻറ്റസിമലോ അങ്ങനെ 230 200 അങ്ങനെ ഹൈപ്പർടെൻസിയിലേക്ക് നമ്മുടെ കൊടുക്കാം ചെയ്യാം. കുഴപ്പമില്ല അല്ലേ? നല്ല ആക്ഷൻ കിട്ടിയിട്ട് പിന്നെ ആക്ഷൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ സെന്റിമെന്റിലോ ഡെസിമെന്റിലോ പോവാം. പോകാൻ പറ്റും അല്ലേ? ഓക്കെ സാറേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സുബൈദ ഡോക്ടറെ. അടുത്തത് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ഗാലക്സി A35 5G. പേര് ഉണ്ടായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. എന്തായാലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ആരാണെന്ന് അറിയുന്നില്ല. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അഡ്രസ് ഉള്ളവർക്ക് പത്താൻ വേണ്ടി കാര്യമുള്ളൂ കേട്ടോ. ഞാൻ ദിയോബ്രാസ് ഡോക്ടറാണ്. പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഒരു പേഷ്യന്റ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു, ബ്ലീഡിങ്, റെക്ടൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ കൊളനോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ ചെയ്തപ്പോ റെക്ടൽ നോഡ്യൂൾസ് ഉണ്ടെന്ന്. അപ്പൊ അവര് സർജറിയാ പറയുന്ന. ഹോമിയോപ്പതിയിൽ അവര് പേഷ്യന്റ് കനഡയിലാണ്, വന്നില്ല. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മൾട്ടിപ്പിൾ ആണോ? മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ആണ്. ഷേപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞോ?
ഇല്ല, അതിന്റെ അകത്ത് ബയോപ്സി ആ റിപ്പോർട്ടില് റെക്ടൽ നോഡ്യൂൾസ് എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ സിംറ്റംസ് പറഞ്ഞത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. അത് അപ്പൊ സ്വാഭാവികമായിട്ടും. സർജറി ചെയ്താല് ആ 3 മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും ആവുമോന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ആ അതായത് തുജ 30 കൊടുക്കാൻ പറയും. ആ തുജ 30 ഡെയിലി 2 ദിവസം കൊടുക്കുക കേട്ടോ. ഓക്കെ. ആ അത് അത് മതിയാ? മതിയാവും. പിന്നെ ഇടയ്ക്ക് ഇന്റർകല്ലിനായിട്ട് ട്യൂബർക്കുലിനെ കൊടുക്കണേ വണ്ണം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ ബൈ. എല്ലാം ചോദിച്ച് സുബൈദ ഡോക്ടറും ദീപ പ്രകാശ് ഡോക്ടറും ചോദിച്ചു കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സാർ, ക്യാൻ യു പ്ലീസ് ടെൽ മെഡിസിൻ ഫോർ ടെന്നീസ് എൽബോ ആൻഡ് ട്രിഗർ ഫിംഗർ? ട്രിഗർ ഫിംഗറും ടെന്നീസ് എൽബോ അല്ലേ? ആ ടെന്നീസ് എൽബോക്ക് ഉള്ള മരുന്ന് കാലി ബൈക്രോണിക്കം 10 mg. കാലി ബൈക്രോൺ 10 mg കൊടുത്താൽ മാറ്റം ഉണ്ടാവും. എത്ര രണ്ടാം അതുകൊണ്ട് ഡോസ്? മാറുന്നില്ലെങ്കിൽ സൈലീഷായി പൊട്ടിച്ച് കൊടുക്കാം. ഹെപ്പറ്റൈറ്റിസ് എ വന്നതിന് ശേഷം ബിലിയറൂബിൻ 2.34 അതിൽ നിന്ന് കുറയുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഒരേ കണക്ക് നിൽക്കുകയാണ് അല്ലേ? ആഫ്റ്റർ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ. അത് ആയിരുന്നോ? എ 2 point സംതിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ? ലൈക്കോപോഡിയം 0/3 ഡെയിലി 2 ദിവസം കൊടുക്കാൻ പറയും. കൊടുത്തു നോക്കിയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. അടുത്ത ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്യട്ടെ. അടുത്ത വല്ലതും പറഞ്ഞു കൊടുക്കാം. അതാണ് അത് ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല കമന്റ് ഇട്ടത്. ഡോക്ടറെ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ലൈക്കോപോഡിയം 0/3 1 മാസം കൊടുത്ത ശേഷം ചെക്ക് ചെയ്ത് റിസൾട്ട് പറയുക. മംഗള ട്രിഗർ ഫിംഗർ പറഞ്ഞില്ലായിരുന്നു സാർ? ട്രിഗർ ഫിംഗറിന്റെ ട്രിഗർ ഫിംഗർ അല്ലേ? അതെ. അത് എങ്ങനെ ഏത് വിരലാണ്? കാലിബൈക്ക് 10 ml സാറ് ടെന്നീസ് എൽബോയ്ക്ക് പറഞ്ഞത്. അതിന്റെ അസോസിയേറ്റ് വിത്ത് ട്രിഗർ ഫിംഗർ ആയിരിക്കും. അതേ കഴിക്കാനാണ് ഉണ്ടാവുന്നത്. ആ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? എൽബോയിൽ ഉണ്ടാവുന്ന അതേ ആൾക്ക് തന്നെയാണോ? അതേ ഫിംഗറിലാണോ? അതേ കഴിക്കാണോ? ആ ആളിന് തന്നെ ആയിരിക്കും. അതാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ വേറെ വാക്സിനാണെങ്കിൽ വേറെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ ലൈക്കോപോഡിയം 0/3 കൊടുത്ത ശേഷം എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പറയണമെന്നാണ് പറഞ്ഞത്. ഓക്കെ സാറേ. ഇയസിനോഫില് പെട്ടെന്ന് ചെക്ക് ചെയ്യുമ്പോ എന്തൊക്കെ നമ്മള് ഡോക്ടർ ഷാജി ഏതാണ് ഇയസിനോഫീലിയ? അല്ലേ? ആഴ്ചകാലം നാട്രൺ സൾഫ് ആഴ്ചനിക്ക് സ്വല്പം നാട്രൺ സൾഫ് എല്ലാം വരും. അതിൽ സിംറ്റം അനുസരിച്ച് ഹൈപ്പോട്ടൻഷൻ കൊടുത്താൽ മതി. നാട്രൺ സൾഫ് ആണെങ്കിൽ വണ്ണമാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ആഴ്ചാൽഫ് ആണെങ്കിൽ വണ്ണമാണ്. മഴ്സാൽബ് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഡീവോം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാറ് ഡോക്ടർ ഷാജി സംസാരിച്ചോളൂ ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാമോ ഷാജി ഡോക്ടറെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഹലോ, കേൾക്കാം?
സാറേ ഒരു കേസ് ഹെപ്പാറ്റോസിലർ കാർസിനോമയാണ്. ആ ഇതിപ്പോ ഒരാഴ്ചയായിട്ട് അവര് ഡയഗ്നോസ് ചെയ്തിട്ട് ബോംബെയിൽ നിന്ന് വന്നതാണ്. അത് ആ CI ഒക്കെ വളരെ ഹൈ ആണ്. അപ്പൊ അതിന്റെ ലക്ഷണം പുള്ളിക്ക് വെയിറ്റ് ഇച്ചിരി കുറയുന്നുണ്ട്, കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ തന്നെ നിറയുന്നു. നമ്മളെ ലൈക്കോപോഡിയം കാർപ്പോവിച്ച് ആ ഒരു സിംറ്റമാണ് കാണിക്കുന്നത്. പക്ഷേ അവര് പറയുന്നത് പിന്നെ കീമോയ്ക്ക് പകരമുള്ള ഗുളിക ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര വൊമിറ്റിങ്ങും പുള്ളിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസും വന്നു. അപ്പൊ അവരെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഹോമിയോ വിശ്വാസിയാണ്. അവർ നമ്മളെ മരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ഇതിലാണ്. ഞാൻ പോയി കണ്ടു. അപ്പൊ കുറച്ച് മരുന്ന് കൊളസ്ട്രോളും 3X ലൈക്കോപോഡിയം സെറോബാർ 3 ഒക്കെയാണ് നമ്മൾ കൊടുത്തത്. ഹൈഡ്രാസിസ് കൊടുത്തു. വേറെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്നേ ഉണ്ട് ഗ്യാസ്. അത് മരുന്ന് കറക്റ്റാണ്. എല്ലാം കൂടെ കൊടുക്കണ്ട. ഇത് വേണ്ടേ ലൈക്കോപോഡിയം 0.3 അതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അതെ അതെ, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവും. പിന്നീട് ബൈലുണ്ടോ ഇപ്പം പുറത്ത്? ബൈല് കാണുന്നുണ്ടോ? പെയിൻ വലുതായിട്ടില്ല. പുള്ളി ഓക്കെ ആയിട്ടിരിക്കും. ബിലിറൂബിന്റെ കാര്യമാണ് സാർ ചോദിക്കുന്നത്. അതെ 1.6 ഉണ്ട്. ബിൽറൂബിന് 1.6 ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ പുള്ളി കണ്ട നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. ഈ മരുന്ന് കഴിച്ചപ്പോഴാണ് ക്ഷീണമായി. പറയണ്ട. അപ്പം അതൊന്നും മതിയാവും. മതിയല്ലേ? ശരി. ഓക്കെ ഷാജി ഡോക്ടറെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതേ കണക്ക് ഒരു ലങ് ക്യാൻസർ ഉള്ള ഒരു കേസ് ബോംബെയിലാണ്. നമ്മളെ ഒരു ബ്രദറായിട്ട് വരും. അത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ പിന്നെ ചുമയും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് പണ്ട് തോളുവേദനയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ആയിരിക്കാം, റെഫർഡ് പെയിൻ ആയിരിക്കാം. പക്ഷെ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ ചുമയാണ്. പിന്നെ ആഹാരം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. രാത്രിയിൽ ചുമച്ചിട്ട് കഫത്തിനകത്ത് ഇങ്ങനെ ബ്ലഡിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ പുറത്ത് വരുന്നുണ്ട്. അവര് പറയുന്നത് പിന്നെ 40,000 രൂപയുടെ 10 ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ എയിംസ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് പോകാൻ പുള്ളി വില്ലിങ് അല്ല. എങ്ങനെങ്കിലും ശ്വാസം മുട്ട് മാറണം. മറ്റൊന്നും ഉണ്ടാവില്ല. കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഇല്ല, എങ്കിലും പാലിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാമല്ലോ. ആഴ്ച ഫോറക്സ് 3X അല്ല, 4X. അത് ഡെയിലി 2 ദിവസം കൊടുക്കുക കേട്ടോ. പിന്നെ മറ്റുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ വരാം. ഇത് ആദ്യം തന്നെ കൊടുക്കുക. 1-2 മാസം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. എയർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ സ്പോഞ്ചിയും കൂടെ കൊടുത്തു നമ്മള്. പക്ഷെ അത് കഫം കട്ടി കുറഞ്ഞു എന്ന് പറഞ്ഞു. കുറച്ച് റിലീഫ് ഉണ്ട്. ഇപ്പൊ ഒരു 2-3 ദിവസം ആയുള്ളൂ. നമ്മള് മരുന്ന് അവിടുന്ന് മേടിപ്പിക്കുമായിരുന്നു ബോംബെ. ഇത് ആശാന് ഫോറക്സും കൊടുക്കുക. ചുമ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, അല്ലേ കൊടുക്കണ്ട. വലിയ ചുമയാണ് ഉള്ളത്, അതാണ്. കൊടുക്കാം. ബ്രോമിയോ സ്പോഞ്ച് കൊടുക്കാം കേട്ടോ. ശരി. ഓക്കെ ഷാജി ഡോക്ടർ, ഇനി ആർക്കെങ്കിലും സിവിയർ സോർനെസ് ഫോർ അവേഴ്സ് ആഫ്റ്റർ സ്റ്റൂൾ പൈൽസ് ആൻഡ് സിവിയർ സോർനെസ് ആഫ്റ്റർ സ്റ്റൂൾ എത്ര മണിക്കൂർ നിൽക്കും? ഒന്ന് അൺമ്യൂട്ട് സംസാരിക്കാമോ? അല്ല, അതെ, ഒരു ചാറ്റ് ബോക്സിൽ വന്നാണ്, ഞാൻ നോക്കട്ടെ. ചോദിച്ചു നോക്ക്. പ്രൊലോങ് ആണോ? അപ്പൊ ഈ പ്രൊലോങ് ചെയ്തിരിക്കുകയാണോ? ഉച്ചവരെ ഉണ്ടാവുമോ, വൈകുന്നേരം വരെ ഉണ്ടാവുമോ, അതോ ആ സമയത്ത് മാത്രമേ ഉള്ളൂ? ചോദിക്കാമോ? അൺമ്യൂട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ആരാണ് സംശയം ചോദിച്ചത്? വേറെ ചാറ്റുകൾ കിടക്കുന്നു. സിവിയർ സോർനെസ് ഫോർ അവേഴ്സ് ആഫ്റ്റർ സ്റ്റൂൾ, പൈൽസ് ആൻഡ് ഫിഷർ പ്രസന്റ്, പേഷ്യന്റ് വെരി അപ്രിഹെൻസീവ്, ഫിയർ ഓഫ് കാർസിനോമ. ആസിഡ് നൈട്രിക്കം അക്യൂട്ട് വലിയ പേരുണ്ടെങ്കിൽ സിവിയർ സോർനെസ് ഫോർ അവേഴ്സ് ആഫ്റ്റർ സ്റ്റൂൾ. റെട്ടാനിയയ്ക്കും ഉണ്ട്. ഞാൻ ഈയിടെ ഒന്ന് വായിച്ചായിരുന്നു. റെട്ടാനിക്കുണ്ട്, കൊളിൻസോണിയയ്ക്കുണ്ട്. റെട്ടാനിയ കൊളിൻസോണിയ
എന്നാലും പെയിൻ കൂടുതലുള്ള ഇതിലൂടെ ആസിഡ് നേറ്റിങ് കൊടുക്കാം. ആസിഡ് നേറ്റിങ് കൊടുക്കാൻ പറ കേട്ടോ. ആര് ശോഭന എല്ലാം ആരാണെന്ന് നോക്കില്ല. ശോഭന ഡോക്ടർ സാർ ഗുഡ് ഈവനിങ്. ഉടനെ ഒരു പേഷ്യന്റ് 50-year-old ആണ്. ആ മോഷൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം കോൺസ്റ്റിപ്പേറ്റഡ് ആയിരുന്നു. അപ്പൊ അവര് ആ. അലോപ്പതിയിൽ അവിടെ കൊണ്ടുപോയി കാണിച്ച എല്ലാ കൊളോണോസ്കോപ്പിയും പ്രോക്ടോസ്കോപ്പി ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമില്ല, പൈൽസ് ഉണ്ട്, പിന്നെ ഫിഷറും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവര് ക്രിമാഫിനോ അങ്ങനെ എന്തൊക്കെയോ കൊടുത്തു. അപ്പൊ അത് കഴിച്ചിട്ടാണ് മോഷൻ ഇപ്പോ പോകുന്നത്. ഇപ്പോ മോഷൻ പോകുന്നുണ്ട്, പക്ഷെ പോകുമ്പോഴും ഒരു വേദനയുണ്ട്. അതിനുശേഷം ഉടനെ തുടങ്ങൂല. മോഷൻ പോയി ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോൾ സിവിയർ പെയിൻ തുടങ്ങും അവിടെ ഏനൽ റീജിയനിൽ. അപ്പൊ നടക്കാൻ പറ്റില്ല, ആകെ ആള് റെസ്റ്റ്ലെസ് ആണ്. കിടക്കും കുറെ നേരം, കാറ്റ് കൊണ്ട സുഖമാണ്. വാം സിറ്റ്സ് ബാത്ത് എടുത്താല് ഒരു ടെമ്പററി റിലീഫ് കിട്ടും. പക്ഷെ അവിടെ നിന്ന് എണീറ്റ് വരുമ്പോൾ വീണ്ടും വേദന വരും. അതൊരു 2-3 മണിക്കൂർ 3-4 മണിക്കൂർ എടുക്കും. ഉച്ചയാവും. രാവിലെ ഒരു 8:30 മണിക്കൊക്കെ മോഷൻ പോയാൽ ഉച്ചയ്ക്ക് ഒരു 12:30-1 മണിയാവും വേദന ഒരാശ്വാസം വന്ന് ആൾക്ക് എണീറ്റ് നടക്കാറൊക്കെ ആവാനായിട്ട്. അതുവരെ ഈ കിടപ്പും കാറ്റുകൊള്ളിക്കലും ഒക്കെയാണ്. വലിയ വേദനയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇല്ല, പിന്നെ ഫുൾ ഡേ ഇല്ല. എന്താ സാർ? കൂടെ കുളിക്കാൻ പോയി വെള്ളത്തിരിക്കാനുണ്ടോ? ഇല്ല, ആ മോഷൻ പോയി കഴിഞ്ഞ ഉടനെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ 1/2 മണിക്കൂർ ഇരിക്കും. സിറ്റ്സ് ബാത്ത് എടുക്കും. അത് കഴിഞ്ഞ് എടുക്കില്ല, പിന്നെ വന്ന് ഫാനിന്റെ അടിയിൽ കിടക്കും. അങ്ങനെ ചെയ്യുന്നേ. പിന്നെ ഒരു കാര്യം, ആ ഏനൽ സ്ഫിങ്ക്റ്റർ ടൈറ്റ് ആയിട്ടാണ് തോന്നണേ. ഗ്യാസ് പോയാല് ആശ്വാസമാവും, പക്ഷെ ഗ്യാസ് പോവില്ല. ഗ്യാസ് പോവാൻ വേണ്ടി ശ്രമിക്കുകയാണ്, വല്ലാതെ ശ്രമിക്കും, പക്ഷെ ഗ്യാസ് പോവില്ല. അത് ഉച്ച ആവാറാവുമ്പോഴേക്കും ഒന്ന് ഗ്യാസ് പോയി തുടങ്ങും, പിന്നെ ആശ്വാസവും. എന്നാൽ അധികം ഗ്യാസ് ഒന്നുമില്ല, വയറിൽ ബ്ലോട്ടിങ്ങോ അങ്ങനെ ഗ്യാസ് ഉള്ള പോലത്തെ ഫീലിംഗ് ഇല്ല. പക്ഷെ 1-2 ഗ്യാസ് പോയാൽ തന്നെ ആ വേദനയ്ക്ക് ഒരു ആശ്വാസം. അത് ഉച്ച വരെ പോവില്ല, ഭയങ്കര വേദനയാണ്, സിവിയർ പെയിൻ ആണ്. അതുവരെ ഇങ്ങനെ വേദന നിൽക്കും. അലോ തോക്കാണ് വന്നത് കേട്ടോ. ഹലോ, അലോ തോക്കോട്ടെ. ഞാൻ അത് ഏത് പൊട്ടൻഷ്യൽ? 200 പൊട്ടൻസി ഡെയിലി 2 ഡോസ് കൊടുക്കുക. മാനുവൽ ഡോസ്. ഞാൻ ഡോസ് പറയുമ്പോഴേ മിക്കവാറും 1/10 ആയിരിക്കും മിനിമം കേട്ടോ. അപ്പോൾ ഡ്രോപ്പിന് 10 ഡോസ് ആക്കണം മിനിമം. അങ്ങനെ 2 ഡോസ് കൊടുക്കുക, രാവിലെയും വൈകുന്നേരം. അത് കേട്ടോ. കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വേണമെങ്കിൽ അയാൾക്ക് അമാമിനിസ് ഹൈപ്പോട്ടൻസിയോ കൊളിൻസോണിയോ ഹൈപ്പോട്ടൻസിയോ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ 1 ml. അതെ, വേണം കേട്ടോ. അതായത് ആലോ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അതാണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ താങ്ക് യു സർ. ഓക്കെ, ബൈ. ഡോക്ടർ ശോഭന രാമവർമ്മ. ഓക്കെ, അടുത്തത് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? സാറേ, ലിംഫോമയ്ക്ക് കുറയുന്നില്ല മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടും. ഇനി ഞാന് കാൽക്കരിയ ഫ്ലൂറും പിന്നെ സിസ്റ്റസ് ടിഞ്ചറും ഒക്കെ കൊടുത്തു. ഇനി എന്ത് കൊടുത്താ? നല്ല കട്ടിക്ക് ഇങ്ങനെ ഇങ്ങനെ തലകറക്കമുണ്ടോ? തലകറക്കം ഇല്ല. തലകറക്കം ഇല്ലെങ്കിൽ കാൽക്കരി ഫ്ലോർ ഹൈപ്പോട്ടൻസി കൊടുത്താൽ മതി. എന്നിട്ടും അങ്ങോട്ട് പറ്റുന്നില്ല, ചെറുതാവുന്നില്ല. കൽക്കരി ഫ്ലോർ കൊടുത്തോ? കൽക്കരി ഫ്ലോർ കൊടുത്തു. ഏത് പൊട്ടൻസി കൊടുത്തേ? കൽക്കരി ഫ്ലോർ 1 ml 10 ml കൊടുത്തു. അതൊന്നും കുറവില്ല അല്ലേ? ഇല്ല. അപ്പൊ തലകറക്കം ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പൊണിയെന്ന് കൊടുത്തു നോക്ക്. പൊണി 0/3. 0/3. അല്ലാതെ 1 ml 10 ml നോക്കണോ? വേണ്ട, ഇപ്പൊ നോക്കണ്ട. 0/3 മതി. 0/3 നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ജയചന്ദ്രൻ ഡോക്ടർ, സുനിൽ അടുത്ത ഊഴം. അപ്പോഴേ ജയചന്ദ്രൻ ഡോക്ടർ ആണ് മുമ്പേ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്, ചോദിക്കാം.
ഒരു ഡയബറ്റിക് പേഷ്യന്റ്, ഒരു 38 വയസ്സുള്ള ഒരു പയ്യനാണ്. ആ അയാൾക്ക് കുറെ നാളായിട്ട് ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി അലോപ്പതി മരുന്നൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോ സിസിജിയും ആസിട്രോസും ഒക്കെ കൂടെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ റിലീഫ് ഉള്ളതുകൊണ്ട് അലോപ്പതി മരുന്ന് കുറച്ച് നിർത്തിയിട്ട് ഇത് കുറെ കൂട്ടി കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിന് ഒരുപാട് റിലീഫ് കാണുന്നുണ്ട്. പിന്നെ ഓ ജയചന്ദ്രൻ കഴിഞ്ഞ ഒരു തന്നെ റേഞ്ച് ഇല്ല. ഞാൻ നോക്കിയപ്പോ മസ്കുലർ വേസ്റ്റേജ് കാണുന്നുണ്ട്. ബോഡി വേസ്റ്റേജ് മസിൽ ഒരുമാതിരി ചുരുങ്ങി തോളിന്റെയും ഇടതുവശത്തെ കൈയുടെ ബാക്കിലെ മസിലിന്റെ അവിടെയൊക്കെ ഇങ്ങനെ മസ്കുലർ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ മസിൽ ഇങ്ങനെ ആണ്. അതിന് നമ്മൾ പ്രത്യേക മരുന്ന് എന്തെങ്കിലും കൊടുക്കണോ? ചൊറിച്ചിലും ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ ഡയബറ്റീസിന്റെ കൂടെ ഉള്ളതാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിരുന്നാലും പ്രത്യേകം അതിന് മരുന്ന് എന്തെങ്കിലും നമ്മൾ കൊടുക്കണോ? ഓക്കെ, ജയചന്ദ്രൻ ഡോക്ടർ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി നമുക്ക് വളരെ സമയം കുറവാണ്. സാർ അൺമ്യൂട്ട് ചെയ്യണേ. സാർ മ്യൂട്ടായിപ്പോയി. ഇസ്മായിൽ സാറ് മ്യൂട്ടായിപ്പോയി. ഒന്നുകൂടെ ചോദിക്കാനുണ്ടായിരുന്നു. ഭദ്രൻ സുനിൽ ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജയചന്ദ്രൻ ഡോക്ടർ ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. സുനിൽ ഡോക്ടറെ ഒന്ന് പെട്ടെന്ന് ചോദിക്കണേ, സമയം കുറവാണേ. ഹലോ സാറേ, സിസ്റ്റിക് ഫൈബ്രോമക്ക് എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ? സിസ്റ്റിക് ഫൈബ്രോമ സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഞാൻ സാറിനെ കോഹോസ്റ്റ് ആക്കാം. കോഹോസ്റ്റ് അല്ലേ സാറ്? അല്ല, സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. പറയൂ. സുനിൽ ഡോക്ടർ ചോദിച്ച സിസ്റ്റിക് ഫൈബ്രോമ. ഞാൻ ചോദിച്ചത് സിസ്റ്റിക് ഫൈബ്രോമക്ക് എന്താണ് മെഡിസിൻ വരിക എന്നുള്ളതാ ചോദിച്ചത്. പെയിൻ ഇല്ല, അവർക്ക് ഇപ്പൊ നല്ല സ്വെല്ലിംഗ് ഉണ്ട്. ഒരു ചെറിയ കുട്ടിയാണ്, അപ്പൊ നല്ല സ്വെല്ലിംഗ് ഉണ്ട്. വേറെ ചിലപ്പോ അങ്ങനെ ഒരു സ്വോളോയിങ്ങിന് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, സ്കോഫ്ലോറിയ കൊടുക്കുക ആദ്യം. അതിനുശേഷം പിന്നെ കൽക്കരി ഫ്ലോർ പൊണ്ണിയം വരാം, കാൽക്കരി വരാം. അത് സ്കോഫ്ലോറിയ കുറേ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ സാറിന് ആളിനെ പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. കാണാൻ വളരെ ചോദിക്കുന്നത്. ഇപ്പൊ നേരിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഭദ്രൻ ഡോക്ടറാണ്. ചോദിച്ചോളൂ ഡോക്ടർ. ഈ ഡയബറ്റിക് പേഷ്യൻസിന് കുറെ കാലം കഴിയുമ്പോൾ കാലിന് ടിംഗ്ലിംഗ് നംനെസ് ഉണ്ടാകുന്ന കുറെ കേസുകളുണ്ട്. അപ്പൊ അതിന് എഫക്ട് ആയിട്ടുള്ള മെഡിസിൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്? സിഫിലിനും ആസിഡ് മ്യൂറിക്കും ആസിഡ് ഫോസ്ഫോറിക്കും. ആസിഡ് മ്യൂറ്, ആസിഡ് ഫോസ്, സിഫിലിനം അല്ലേ? സിഫിലിനാണ് കൂടുതൽ വരുന്നത്. ഡീജനറേറ്റീവ് കണ്ടിട്ടാണല്ലോ അത്. അതെ, അത് വണ്ണം കുറഞ്ഞ ടെന്നം ആദ്യം കൊടുക്കണം കേട്ടോ, മാറ്റം ഉണ്ടാവും. നോക്കാം. ശരി. ഓക്കെ, ഒത്തിരി പേരുടെ സംശയങ്ങളും ആശങ്കകളും ഒക്കെ സാറ് ദൂരീകരിച്ചു. വളരെ നല്ലൊരു സെഷനായിരുന്നു. എന്തായാലും സാറ് നമ്മളോടൊപ്പം വന്നതിന് സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ സുനിലിനെ ക്ഷണിക്കുന്നു. വേറെ ഒരു സംശയം കൂടി ചോദിച്ചിട്ട് നന്ദി പറയാം. ടീനിയ കോർപ്പോറിസിന് ഏറ്റവും കൂടുതൽ, കാരണം ഇവിടെ ഒരുപാട് കേസസ് ഉണ്ട്, അപ്പൊ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കണ്ട മെഡിസിൻസ് ടീനിയ കോർപ്പോറിസ്. ടീനിയ കോർപ്പോറിസ് മൾട്ടിപ്പിൾ ആണോ? അതെ, ഫുൾ ബോഡിയിൽ കംപ്ലീറ്റ് പാച്ചസ് ഉണ്ട്. പാച്ചസ് ഒന്നിന് മേലെ ഒന്നാം നിൽക്കുകയാണോ? ഐസൊലേറ്റഡ് ആണോ? ഐസൊലേറ്റഡ് പാച്ചസും ഉണ്ട്, ഒന്നിന് മേലെ ഉള്ളതും ഉണ്ട്. ഐസൊലേറ്റഡ് പാച്ചസ് ആണെങ്കിൽ സെപ്പിയ 10 ഒന്നിന് കൂടെ ഒന്ന് ചേർന്ന് വരികയാണെങ്കിൽ ബാസിലിന 10.
ബാസിൽ മൾട്ടിപ്പിൾ കേട്ടോ സാർ മറ്റേ രണ്ടാമത് സെപ്പിയാണ് പറഞ്ഞ മെഡിസിൻ. സെപ്പിയൊക്കെ ഐസൊലേറ്റഡ് ആണ് ഹോസ്പിറ്റൽ. ഓക്കെ, രണ്ടാമത് പറഞ്ഞ മെഡിസിൻ സാർ. പുറത്തെ ഐലൻഡാണ്, ഐലൻഡ് പോലെ നിൽക്കും. ബാസിലിനം ബാസിലിനം രണ്ടാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ താങ്ക് യു സാർ. സാറിന് എന്താണ് കുറെ കാലത്തിന് ശേഷം സാറിന്റെ ക്ലാസ്സിൽ ഒന്നും കൂടി ഇരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സാറിന് എന്നെ ഓർമ്മയുണ്ടാവില്ല, ഞാൻ 13th ബാച്ചിൽ കോഴിക്കോട് പഠിച്ച സ്റ്റുഡന്റ് ആണ്, സാറിന്റെ സ്റ്റുഡന്റ് ആണ്. ഇപ്പോ ഡൽഹിയിൽ വന്നിട്ട് 2002 ഡൽഹിയിൽ വന്നതാണ്, 23 വർഷമായി. വർക്ക് ചെയ്യണോ? എന്ത്? അതെ അതെ, ഇവിടെ ഡൽഹി ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യാണ്. നമ്മുടെ പഴയ പോലെ ഉണ്ടായിരുന്നു. അതെ 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 സാർ, എല്ലാവരും ഉണ്ട് ഇവിടെ, നമ്മൾ കുറെ പേരുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും സാറിന്റെ ക്ലാസ് 1 മണിക്കൂർ വെക്കേണ്ട ഒരു ക്ലാസ് അല്ല സാർ. ഇനിയും വേറെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഒന്നും കൂടി നമുക്ക് വേണ്ടി വരണം. അപ്പൊ സാറിന് ഒരുപാട് നന്ദി രേഖപ്പെടുന്നു ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട്, IFACന് വേണ്ടിയിട്ടും വ്യക്തിപരമായ പേരിലും. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, സുനിൽ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇതൊരു പ്രത്യേക IFPH ഒരു പ്രത്യേക അവസരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ്സിലിരുന്ന് പഠിച്ച അധ്യാപകരോടൊപ്പം വീണ്ടും ക്ലാസ്സിലിരിക്കാൻ പറ്റുക, അത് വലിയ പെട്ടെന്ന് നടക്കാത്ത ഒരു ഭാഗ്യമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. അപ്പോ നമ്മുടെ സെപ്റ്റംബർ 28-നുള്ള പ്രോഗ്രാമിന്റെ കാര്യം ആരും മറക്കരുത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സെപ്റ്റംബർ 28 താജ് വിവാന്ത കൊച്ചി. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി ഈ പ്രോഗ്രാം ഒരു വൻ വിജയമാക്കി തീർക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സാർ. ബൈ.